ദോശയും ചട്നി സാമ്പാർ ചായ. ഞങ്ങളിപ്പോൾ ഇവിടെ എത്തിയിരുന്നേ, പേരാമ്പ്ര എത്തി. കുറച്ച് സമയം വൈകിപ്പോയി അല്ലേ. നമ്മൾ 7 മണിക്ക് അവിടുന്ന് കോഴിക്കോട് നിന്ന് ഇറങ്ങണമെന്നാണ് വിചാരിച്ചത്. പക്ഷെ മഴ കാരണം കുറച്ച് കുടുങ്ങിപ്പോയി. അപ്പോൾ ഇപ്പോൾ സമയം 9:30 അപ്പോൾ നമുക്ക് വിശക്കുന്നുണ്ട്. അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് സൈഡാക്കിയതാണ്. ഇത് കഴിഞ്ഞിട്ട് അവിടെ എത്തിയിട്ട് കാളാക്കാഴ്ചകൾ അവിടെ നിന്ന് കാണാം. ഓക്കെ ഓക്കെ ഗൈസ്, മൂഡ് കണ്ടോ? ഇതാണ് മൂഡ്. ഏത് നമ്മളെ ഊട്ടിയോ മൂന്നാറോ ഒന്നല്ല. എല്ലാവരും ഇത് എവിടെ സ്ഥലം എവിടെ? കുറ്റ്യാടി അല്ലേ? അങ്ങനെ നമ്മളത് കുറ്റ്യാടി ചുരം കയറാൻ പോവാണ്. ഏകദേശം നിമിഷങ്ങൾ കൊണ്ട് നമ്മളെ ചുരം കയറാൻ പോകും. ഇപ്പൊ ചെറിയ ഒരു ചാറ്റിലും വഴിയും ഉള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. നിങ്ങൾ അങ്ങോട്ട് നോക്കി ഗൈസ്. ഇതൊക്കെ കണ്ടിട്ട് എങ്ങനെയാണ് ഗൈസ് നിങ്ങൾക്ക് വീട്ടിലിരിക്കാൻ തോന്നുന്നത്? കേറി വാ, അടിച്ച് കേറി വാ. സോ ഗൈസ്, അങ്ങനെ സ്ഥലത്തിന് പേരെന്തായിരുന്നു? കുറ്റ്യാടി. കുറ്റ്യാടി മുതൽ വന്നെത്തിക്കാണ്. നിങ്ങൾ ഈ ക്ലൈമറ്റ് ജസ്റ്റ് ഒന്ന് നോക്കി നോക്ക്. നല്ല അല്ലേ? നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ്. നിങ്ങൾ വരികയാണെങ്കിൽ ഈ മാസം അല്ലേ? ഏകദേശം സാറിന് എന്താ പറയാച്ചാല് ഇപ്പം വീട്ടിൽ നിന്ന് എന്താ പറയാച്ചാല് മഴക്കാലത്ത് എങ്ങോട്ട് പോണ്ടാവുന്നത്. പക്ഷെ എക്സ്പ്ലോർ ചെയ്യണമെന്നാണെങ്കിൽ നമ്മൾ മഴക്കാലത്ത് തന്നെ ഇറങ്ങണം. അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളൊക്കെ ഇവിടെ സ്ഥലം കാണാണ്ട് ഇറങ്ങിയ ആൾക്കാരാ. ഞാൻ സ്ഥലം കാണിച്ചിട്ട് വാ. അവിടെ കഷ്ടപ്പെട്ട് കുറെ ആൾക്കാർ പണി എടുക്കുന്നുണ്ടോ? അവർക്ക് അവരുടേതായ ഈ മഴയത്ത് കുറച്ച് കഷ്ടപ്പാടുണ്ടാവും അല്ലേ? പക്ഷെ അവർക്ക് ഇതങ്ങോട്ട് ശീലമായിട്ടുണ്ടാവും അല്ലേ, ഈ പണിയും കാര്യങ്ങളും. സോ അങ്ങനെ നമ്മളിത് ആദ്യത്തെ സ്പോട്ടിൽ ഇവിടെ വന്നിരിക്കും. ഇപ്പൊ സമയം 11:50. നമ്മളെ സാധാരണ ഉച്ച സമയമാണ്, നല്ല വെയിൽ ഒതുക്കുന്ന സമയമാണ്. പക്ഷേ ദിസ് ഈസ് ദ പ്ലേസ്. ഇവിടെ നല്ല അടിപൊളി വൈബാണ്. അപ്പൊ നമുക്ക് സമയം കളയാതെ എത്രയും പെട്ടെന്ന് നമുക്ക് അടുത്ത സ്പോട്ടിൽ പോയാലോ? ഗൈസ്, അങ്ങനെ നമ്മളിത് ചുരത്തിന് മല ഏകദേശം എത്തിയില്ലേ. അപ്പൊ നമ്മള് ഇവിടെ ഒരു ഹോട്ടലുണ്ട്, നല്ലോണം വിശക്കുന്നുണ്ട്. അപ്പൊ നമ്മളൊന്ന് കഴിച്ചിട്ട് കയറിയല്ലോ. നമ്മള് രാവിലെ 8 മണിക്ക് കോഴിക്കോട് നിന്ന് കയറിയതാണ് അല്ലേ. ഇപ്പൊ ഏകദേശം ഉച്ച സമയമായി. ഒന്നും കഴിച്ചിട്ടില്ല. ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് നോക്കൂ. ഇത് ഊട്ടിയല്ല ഗൈസ്, ഇത് കോഴിക്കോടാണ്. അപ്പൊ അങ്ങനെ ഇവിടെ ഒരു ഹോട്ടൽ കണ്ട്. അപ്പൊ നമുക്ക് ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ഞാൻ അങ്ങോട്ടേക്കുള്ള യാത്ര ഇനിയും ഉണ്ട്. ഇനി കുറെ കാര്യങ്ങളില്ലേ. നമ്മളിപ്പോഴേ പറയണ്ട, നമുക്ക് കാണിച്ചു കൊടുക്കാല്ലേ. എനിക്ക് സ്ഥലം എന്ന് പറഞ്ഞാൽ ഓൾറെഡി പിന്നെ ഒരു വീട് സ്കിപ്പ് ചെയ്ത് പോകും. അപ്പൊ ഇവിടെ സ്ഥലം കാണിച്ചു കൊടുക്കാം. ഗൈസ്, നിങ്ങൾ ഈ സിറ്റിംഗ് ഏരിയ ഉണ്ടോ? ഇത് പക്ഷെ ഇപ്പൊ ഓപ്പൺ അല്ല. പക്ഷെ എന്റെ ആഗ്രഹം ഇവിടുന്ന് ഫുഡ് കഴിക്കണം. ഈ ഒരു ടൈമിൽ ഈ ഒരു അല്ലേ, ഇവിടുന്ന് കഴിച്ചാൽ അടിപൊളി സീനാകും. പക്ഷെ അവരിപ്പോ എൻട്രി ഇല്ല. അപ്പൊ അങ്ങോട്ടേക്ക് 5:30 6 മണിക്ക് ശേഷം അങ്ങോട്ടേക്ക് എൻട്രി ഉള്ളൂ എന്ന് പറഞ്ഞു. നമ്മൾ ചോദിച്ചു. പക്ഷെ ഇല്ലേ, എനിക്ക് ഈ ഹോട്ടൽ കാണുമ്പോൾ നമുക്ക് ഗൈസ് നിങ്ങൾക്ക് ഒരു ഷിപ്പിന്റെ ആകൃത തോന്നുന്നുണ്ടോ? ഇല്ലായിരുന്നേ, ഇല്ല, ഒരു ഷിപ്പിന്റെ ഏകദേശം ഒരു മോഡല്. പിന്നെ നമുക്കിതാ അവിടെ അങ്ങോട്ട് കയറണം എന്നുണ്ടായിരുന്നു. പക്ഷെ അതിപ്പോ ഓപ്പൺ അല്ല. കാരണം അവിടെ എന്തോ ഒരു പണി നടക്കുകയാണ്. അപ്പൊ അത് അല്ലെങ്കിൽ നമുക്ക് കൂടെ പോയിട്ട് അതിന്റെ മേലത്തെ വ്യൂ കണ്ടാലും നമ്മൾ ഏകദേശം അല്ലേ ഈ സിറ്റിയിലെ കുറ്റ്യാടി അങ്ങാടി ഫുൾ കാണുന്നു. പക്ഷെ ഒന്നാമത്തെ കാര്യം ഇപ്പം നല്ല ഫോഗ് ഉള്ളതുകൊണ്ട് ഓൾമോസ്റ്റ് ഒന്നും കാണാൻ പറ്റുന്നില്ല. അവിടുന്ന് ഒരു വണ്ടി വരുന്നുണ്ട്. ക്യാമറയിൽ കറക്റ്റ് കാണുന്നുണ്ടാവും. പക്ഷെ നമുക്ക് ഇവിടെ കാണുന്നില്ല, കാരണം അമ്മാരി കോടയാണ്. നൈസ് ഒരു ഡേ അല്ലേ, നൈസ് ഒരു ഡേ. നമുക്ക് എല്ലാ ഓഫറും രാവിലെ ഇറങ്ങാം. രാവിലെ പോയിട്ട് ഓരോ സ്ഥലങ്ങളിൽ പോയിട്ട് കണ്ടുവരും. നമ്മളിപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ സാധനം ആൾക്കാർ പറയും മറ്റേ നിങ്ങൾ അവിടെ കണ്ടോ, ഇവിടെ കണ്ടോ. നമ്മൾ സാധാരണ കേരളത്തിൽ നമ്മുടെ നാട്ടിലെ സ്ഥലം നമ്മൾ അധികം കണ്ടിട്ടുണ്ടാവില്ല അല്ലേ.
നാട്ടിലത്തെ സ്ഥലം ആദ്യം നാട്ടിലത്തെ സ്ഥലം എക്സ്പ്ലോർ ചെയ്യുക, പിന്നെ ഇന്ത്യ എക്സ്പ്ലോർ ചെയ്യുക, എന്നിട്ട് പുറത്ത് പോവുക. എൻ്റെ ആദ്യം തന്നെ പുറത്ത് വന്നു. അപ്പം അങ്ങനെ നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോകുമ്പോൾ എല്ലാവരും പോവല്ലേ? വാ. സോ ഗൈസ്, അടുത്ത നമ്മൾ ഇവിടുത്തെ സ്പോട്ട് കഴിഞ്ഞ് ഇനിയിപ്പം ഒരു വാട്ടർഫോൾ ഉണ്ട്. ആ വാട്ടർഫോളിന്റെ അങ്ങോട്ടേക്കാണ് നമ്മൾ അടുത്ത യാത്ര. ആ വാട്ടർഫോളിന്റെ പേരെന്തായിരുന്നു? അതിന് അങ്ങനെ പേരിട്ടിട്ടില്ല. നമ്മൾ അവിടെ പോയി ഒരു പേരിടും, അത് വൈറലാക്കും. അതാണ് ഇന്നത്തെ സംഭവം. അങ്ങോട്ട് നോക്കൂ. ഇങ്ങനെ നമ്മളതാ ആ വെള്ളച്ചാട്ടത്തിൽ എത്തിയിട്ടുണ്ട്. അരുണ് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഇന്ന് കുറച്ച് മഴയും കാലമൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കണം വാട്ടർഫോളിന് ഇത്ര ഫോഴ്സ് കൂടുതൽ. പക്ഷെ അത് കാണാൻ തന്നെ ഭയങ്കര രസമാണ്. നിങ്ങൾക്ക് കാണണ്ടേ? ഇതാണ് ഏരിയ. നല്ല അടിപൊളി ഏരിയ കേട്ടോ. ഇതിന്റെ ആക്ച്വൽ സ്പോട്ടോട് വരുന്ന കാപ്പിത്തോട്ടം അല്ലേ? കാമത്തോട്ടം, സോറി, കാമത്തോട്ടം. അവിടെയാണ് ഈ ഏരിയ. ഇവിടെ അങ്ങനെ അധികം ആരും അങ്ങനെ വന്ന് എക്സ്പ്ലോർ ചെയ്യലില്ല അല്ലേ? ഈ ഏരിയ കണ്ടിട്ട് അങ്ങനെ ആരും വരലില്ല. പക്ഷെ നിങ്ങൾക്ക് എപ്പോഴും സമയം അല്ലെങ്കിൽ ഇവിടെ അടുത്തുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം, ഇതൊന്ന് എൻജോയ് ചെയ്യാം. നല്ല അടിപൊളി വ്യൂയും അടിപൊളി കാര്യം. ഈ നമ്മളെ സീൻ എന്താ വെച്ചാൽ നമ്മൾ ആ ഏരിയയിലേക്ക് പോകണം നമ്മൾ വിചാരിക്കുന്നത്. ഒന്ന് പോയി നോക്കാം എന്താ അവസ്ഥ. ഓക്കെ വാ. നമ്മൾ അങ്ങോട്ട് പോവാണ്. കുറച്ച് ഓഫ് റോഡ് ഉണ്ട്, പക്ഷെ ത്രില്ലിങ് എക്സ്പീരിയൻസ് ആയിരിക്കും. വാ പോയേക്കാം. കുറച്ച് ഓഫ് റോഡാണ് ഗൈസ്, കുറച്ച് ഓഫ് റോഡാണ്. ഞാൻ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എങ്ങനെ കാണുന്നു കാണിച്ചു തരാം. അതാണ് നമ്മുടെ കാറ് ഇതാ അവിടെ, അതാണ് ലൊക്കേഷൻ. ത്രില്ലിങ് എക്സ്പീരിയൻസ്. കുറച്ച് റിസ്ക് ആണ്, പക്ഷേ ഇറ്റ് വിൽ വർത്ത് ഇറ്റ്. കുറച്ച് വഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. നിങ്ങൾ ഇങ്ങോട്ട് വരാണെങ്കിൽ നല്ല സൂക്ഷിക്കണം. കാരണം പോയ നേരെ കൊക്കയിലേക്കാണ് പോവുക. അപ്പോൾ സ്വയം കണ്ടറിഞ്ഞ് ചെയ്ത് ചെറിയ മഴയേ ഉള്ളൂ, പക്ഷെ ഓക്കെയാണ്. ഇടുങ്ങിയ മഴ ഗൈസ്, ചെറിയ മഴ, പക്ഷെ അടിപൊളി സീനാ. ഇനിയാണ് നിങ്ങൾ കാണാൻ പോകുന്നത് ബാഹുബലി സീന്. ഇനിയാണ് നിങ്ങൾ കാണാൻ പോണേ. അടുത്ത ഫോൺ റൊട്ടേറ്റ് ആക്കുമ്പോൾ നോക്കിക്കൊണ്ടേ. 1 2 3. അരുണ
അഡ്വഞ്ചർ അഡ്വഞ്ചർ. കയറാൻ കുറച്ച് ഈസി കേട്ടോ, പക്ഷെ ഇറങ്ങാൻ കുറച്ച് പണിയാണ്. കാരണം ഫുള്ള് കല്ലൊക്കെ വഴുക്കലാണ്. അപ്പൊ ഇറങ്ങാൻ കുറച്ച് പാടുണ്ട്. പക്ഷെ നമുക്ക് എന്തായാലും കാലിലും കയ്യിലും ഒരുപാട് ചളിയും കാര്യങ്ങളായിട്ടുണ്ട്. പറ്റിയൊരു സ്പോട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കൊന്ന് ഫ്രഷ് ആയിട്ട് പോവാം. ചില്ലിട്ടാണ് കേസ്, വെള്ളം ചില്ല്. അടിപൊളി അടിപൊളി സ്ഥലമാണ്. കുറച്ച് മഴ ഉണ്ടെങ്കിലും പക്ഷെ നമുക്ക് അത് തോന്നൂല. കാരണം അങ്ങനത്തെ ഫീല്, ക്ലൈമറ്റ് ആയാലും അടിപൊളി. ഇപ്പോൾ സമയം ഉച്ചമണി, ഉച്ചയ്ക്ക് ഉള്ളൊരു ക്ലൈമറ്റ് അല്ല ഇവിടെ ഉള്ളത്. അങ്ങോട്ടാണത് നല്ല നല്ല അടിപൊളി പീസ് ഏരിയ. ഒന്ന് ഒരു ദിവസം എൻജോയ് ചെയ്യാൻ പറ്റിയ ഏരിയ. ഒച്ച കേൾക്കുന്നുണ്ടോന്ന് എനിക്കറിയില്ല, നല്ല ഒച്ചയും ബഹളവും ഉണ്ട് ഇവിടെ. അപ്പോൾ എത്രമാത്രം കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇന്നെന്നാലും നല്ല അടിപൊളി സ്പോട്ടാണ്. ഹലോ അതല്ലേ. സോ ഗൈസ്, അങ്ങനെ നമ്മളെ രണ്ടാമത്തെ സ്പോട്ടില്ലേ, ഒന്നാമത്തെ സ്പോട്ട് കഴിഞ്ഞു. രണ്ടാമത്തെ സ്പോട്ട് ഇതാണ്, ഫാബുലസ്. ഇല്ല, അടുത്ത സ്പോട്ട് ഏതാണ്? തിരുവണ്ണാമൊഴി. നമ്മൾ അങ്ങോട്ടേക്ക് പോണേ. പോവാ. സോ ഗൈസ്, നമ്മൾ ആ സ്പോട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പം ഡാമിൽ എത്തിയിട്ടുണ്ട്. തിരുവണ്ണാമൊഴി ഡാമാണ്. അവിടുന്ന് ഏകദേശം ഒരു 12-15 കിലോമീറ്റർ കവർ ചെയ്തിട്ട് നമ്മൾ ഇവിടെ എത്തിയത്. ഇതിപ്പോൾ ഓപ്പൺ ആണ്. പക്ഷെ ഞാൻ സംശയിച്ചു ഇത് ചിലപ്പോൾ പൂട്ടിയുണ്ടാവും, കാരണം മഴക്കാലമാണ്. പക്ഷെ എന്തോ ഭാഗ്യത്തിന് ഇതിപ്പോൾ ഓപ്പൺ ആണ്. മുമ്പ് പോയിരുന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കിയാലോ. അയ്യോ, അങ്ങനെ അത്യാവശ്യത്തിനുള്ള വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട് ഡാമിൽ. ആൾക്കാരൊന്നുമില്ല, നമ്മൾ മാത്രമേ വന്നിട്ടുള്ളൂ ഇപ്പോൾ. ഇല്ലല്ലേ, ആൾക്കാർ കുറവാണ്. ഈ നമുക്ക് ഇത് കൂടെ കയറിയിട്ട് അപ്പുറത്ത് പോകാൻ പറ്റുമോ? ആ, ഓക്കെ. അപ്പം ഇതിൻ്റെ അടിഭാഗമാണല്ലേ. ഇനിയിപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകണം. അങ്ങോട്ട് പോകുമ്പോഴാണ് അവിടെ കറക്റ്റ് എത്തല്ലേ. അപ്പോൾ നമ്മൾ ആ സ്പോട്ടിലെത്തും, അവിടെ എത്തും. ഇനി നമ്മൾ അടുത്ത യാത്ര അങ്ങോട്ടേക്കാണ്. ഇത് കുറച്ച് പോകാനുണ്ട്. ഇവിടെ മറ്റേ ടിക്കറ്റ് ഉണ്ടോ? ഉണ്ട്, ടിക്കറ്റ് ഉണ്ട്. നമ്മൾ എത്ര നമുക്ക് ടിക്കറ്റ് എത്ര ഇട്ട് കയറിക്കളാം. നമുക്ക് വേണ്ട ഒരാളവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്, ഞാൻ ആയിക്കൂടി ടി വിയിലും ഞാൻ കുറച്ച് സ്ഥലത്ത് മാത്രമേ മുതലേനെ കണ്ടിട്ടുള്ളൂ. മുതല ഇന്ന് ഇവിടുന്ന് അതും കാണാൻ പോവുക. വായോ. നിങ്ങളിവിടെ നോക്കിക്കോട്ടെ ഉണ്ടോ? എടുക്കേണ്ട ഏരിയ ആണ് ഇത്.
നമ്മൾ ഓൾറെഡി അരുൺ അങ്ങോട്ട് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അവിടെ കാര്യങ്ങൾ നോക്കാം. കുട്ടികൾക്ക് 15 ഉറുപ്പ്യയും വലിയ ആൾക്കാർക്ക് 30 ഉറുപ്പ്യാണ് വരുന്ന റേറ്റ് വരുന്ന. ബാക്കി കാണാൻ കാഴ്ചകൾ പോയി വരാം. വാ ഗൈസ്, അതാണ് ക്രോക്കോഡൈൽ ഏരിയ. നമ്മൾ അങ്ങോട്ടാണ് പോകേണ്ടത് ആക്ച്വലി. ഇവിടുന്ന് ആ വഴി നേരെ പോയാൽ ഇതാ ആ കാണുന്ന കുളത്തിൽ സംഭവമുണ്ട്. ആക്കിയോ? എത്ര പേ? ഇത് 3 ആൾക്ക് കൂടിയും 90 ഉറുപ്പ്യ. ഇതാണ് സ്ഥലം, ഇതാണ് ഏരിയ, അതാണ് ആ വ്യക്തി. കിടക്കുന്നുണ്ട്. ഉച്ചഭക്ഷണം കഴിച്ചിട്ട് കിടക്കുന്നുണ്ട് അല്ലേ? പൂച്ചക്കുട്ടി നല്ലല്ലോ നമ്മളങ്ങനെ വച്ചിട്ടുണ്ടായി. ഒന്ന് ഇതാ ഗൈസ്, എവിടെ പോയി? അതാ അതെന്തായാലും അങ്ങനത്തെ പെതിന്നിട്ടാണത്. അനങ്ങുന്നില്ലല്ലോ അല്ലല്ലേ? ഒരു അനക്കല്ല. അപ്പം ഈ കാണുന്നതാണ് ഇതിൻ്റെ സ്വർഗരാജ്യം, ഇതിൻ്റെ അകത്ത് അല്ലേ? ആ ഇവിടെ ഒന്ന് കിട്ടാ, ഇപ്പോഴാണ് കണ്ടേ. പതിനെട്ട് നോക്കിയില്ലായിരുന്നേ, എന്നിട്ട് ഒരു അനക്കല്ല അതിന്. പക്ഷെ അത് കാണുന്ന എനിക്ക് തോന്നിയ ഒരു സ്റ്റാച്ചു മാതിരി അല്ലേ? ഒരു അനക്കല്ല. ഇതിന്റെ പിന്നെ വായും തലൊക്കെ ഇളകുന്നുണ്ട്. തൊട്ടെടുത്തതാ. പക്ഷെ ബോസ് നല്ല ഉറക്കത്തിലാണ്. എന്ത് കോഴിയോ എന്തോ ചെന്നിട്ട് നല്ല ഉറക്കത്തിലാണ് ബോസ്. ആകെ ഒരു 2 എണ്ണം ഇവിടെ കാണാനുള്ളത്. അങ്ങോട്ട് പോയി പിന്നെയും കാണാമെന്നുണ്ട്. അങ്ങോട്ട് പോയി നോക്കാം. എന്നാലും നമുക്ക് അങ്ങോട്ട് ഒരു ഇതില്ല. ഇത് എത്ര സമയം ഇങ്ങനെ വായോർന്ന് കിടക്കും? ഓരോ സ്ഥലത്തിന് പിടിച്ചിട്ട് ഇവിടെ കൊണ്ട് അടുത്തത് അവിടെ സൈഡിലുണ്ട്. ഇത് അത്യാവശ്യം വലിപ്പുണ്ട്. ഇത് ചെറിയ പോയി എല്ലാവരും ഉറക്കത്തിലാണ് ഗൈസ്. നമ്മൾ ഇവരൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്. പക്ഷെ ഇവർക്ക് ഇൻട്രസ്റ്റ് ഇല്ല. അടുത്ത നമ്മളെന്താ കാണാൻ പോണേ? അടുത്ത മറ്റേ പെരുവണ്ണാമഴി മീൻതുള്ളിപ്പാറ അല്ല? ഇവിടെ അടുത്തൊരു സാധനം, ഭയങ്കര സാധനം ഉണ്ടെന്ന് ഈ പറഞ്ഞില്ലേ? അടുത്ത ഇവിടെ രാജവെമ്പാല ഗൈസ്. കണ്ടാല് നമ്മളെ ബോധം പോവും. പക്ഷെ കൂട്ടിലായതുകൊണ്ട് രക്ഷയില്ല. നമുക്ക് നോക്കാം, വായോ. അത്യാവശ്യം നല്ലൊരു ഏരിയ ഗൈസ്. നല്ലൊരു പ്ലേ സ്റ്റേഷൻ മീൻസ് അത്യാവശ്യം ഒരു കൊച്ചു കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ചുകൂടി വാസ്റ്റ് ഏരിയ ആണ്. എന്തായാലും ഇറ്റ്സ് ഗുഡ്. പൊയ്ക്കോ. അത്യാവശ്യം ഒരു കിടിലൻ ഏരിയ കേട്ടോ. പക്ഷേ ഇതൊന്നും ഇപ്പോഴും എനിക്ക് തോന്നുന്നു പണ്ട് ഓപ്പൺ ചെയ്തുകൊണ്ട്. പക്ഷേ ഇപ്പം ഒന്നും ഇവിടെ അങ്ങനെ ആരും വരാത്തതുകൊണ്ട് ഏകദേശം ഇതിൻ്റെ
കളറും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. നല്ല അടിപൊളി ഒരു മരമാണ് ഗൈസ്, അടിപൊളി ഒരു മരമാണ്. നല്ല നല്ല ലൈഫ് സ്പാൻ ഉണ്ടാവും ഇതിനൊക്കെ, കുറേ കൊല്ലം. അവരവിടെ എന്തൊക്കെയോ കാണുന്നുണ്ട്, നമുക്ക് പോയി നോക്കിയാൽ എന്തൊക്കെയാണ് കാണുന്നത്. അവിടെ എന്താ പരിപാടി? ഗോബ്ര ഇല്ല, ഗോബ്ര. അതാ 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 അതിനെന്തോ കഴിക്കാൻ കൊടുത്താ ചേര എന്തോ ആണ്ടാനോ. അതിന്റെ തല നോക്ക്, തലയില്ല അതിന്. അതിൻ്റെ തല അവിടെ? അതിന് തലയില്ല. ആ തലേൻ്റെ അവിടെ അല്ലേ? കളറ് സെറ്റപ്പ് കളറാണല്ലോ. ആ ഇതിന്റെ ഉള്ളിലല്ല പാമ്പ്. പക്ഷെ അതും അതെന്തോ ഇത് ബോസെന്തോ ഗൈസ് ഫുഡ് കഴിച്ചിട്ട് കിടക്കുന്ന ഈ ഗ്ലാസ് ഒന്നും വൃത്തിയില്ലാത്തതുകൊണ്ട്, വൃത്തി മീൻസ് അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, ഒരു കംപ്ലൈൻ്റ് അല്ല, പക്ഷെ ക്ലീൻ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അതിന് ഉള്ളത്തെ കാഴ്ചകൾ ഒന്നും കാണാൻ പറ്റുന്നില്ല, അത്ര ക്ലിയർ അല്ല. പക്ഷെ നമുക്കത് ഈ എൻട്രി പോയിന്റ് വിട്ട് അങ്ങോട്ട് പോകാനും പറ്റില്ല, ഈ എൻട്രി പോയിന്റ് വിട്ടിട്ട് നമുക്ക് അങ്ങോട്ട് പോകാനും പറ്റില്ല. അപ്പോൾ നമുക്ക് ക്ലീൻ അല്ലാത്തതുകൊണ്ട് നമ്മൾ ടോർച്ച് ധാരണ ടോർച്ചൊക്കെ അടിച്ച് വെക്കുന്നതാണ്. കാരണം വേറെ വഴിയില്ല ഗൈസ്. അങ്ങനെ ഉണ്ട് ഒരു ഒച്ച കേൾക്കുന്നുണ്ട്, പക്ഷെ അത് എത്രമാത്രം പേർക്ക് ഇല്ല, അവർ കാണൂല മിക്കവാറും. കാരണം ഗ്ലാസ് ക്ലീൻ ഇല്ലാത്തതുകൊണ്ടേ, ഗൈസ് നിങ്ങൾക്ക് അത് എത്ര കാണുമെന്നൊക്കെ പറയാൻ പറ്റില്ല. പക്ഷെ ഒരുവിധം ഇവിടെ എല്ലാത്തിലും സംഗതികളുണ്ട്, പക്ഷെ നമ്മളെ കണ്ണുകൊണ്ട് മാത്രമേ കാണുള്ളൂ, ക്യാമറേന്റെ ഐ കൊണ്ട് കാണാൻ പറ്റില്ല. എല്ലാ കൂട്ടിലും ഓരോ സംഭവങ്ങളുണ്ട്. ഇപ്പോ ഗ്ലാസിന്റെ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ അടുത്തത് ബട്ടർഫ്ലൈ ഏരിയ. പക്ഷെ ബട്ടർഫ്ലൈ അങ്ങനെയൊന്നും ഇല്ല, നിങ്ങൾക്ക് ഒന്നുകൂടി സൂം ചെയ്ത് നോക്കിയാൽ അവിടെ കാണാൻ പറ്റും. ഗൈസ് ബട്ടർഫ്ലൈ ചെയ്യാന്നാണ് പറയുന്നത്, പക്ഷെ ഒരുപാട് ബട്ടർഫ്ലൈ ഒന്നും ഇല്ല. ചിലപ്പം മഴയായിട്ട് ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ടാവുമായിരിക്കും. അടുത്തെന്താ ആമയോ? അടുത്തൊരു ആമേനെ കാണാം ഗൈസ്. മഞ്ഞയോ? ആദ്യമായിട്ട് ഒരു മഞ്ഞ ആമേനൊക്കെ നോക്കുന്നത്, നല്ല വഴുക്കാണ്. ഓക്കെ, തല പുറത്തിടുന്നില്ലല്ലോ അല്ലേ, സൈഡിലാണ്. പക്ഷെ ഈ കളർ ഒരു നൈസ് കളർ അല്ലേ, നമ്മൾ കാണാത്തൊരു കളർ, യെല്ലോ ഷെയ്ഡ്. എന്താ സംഭവം എന്നൊക്കെ എനിക്ക് മനസ്സിലായില്ല. പക്ഷേ ഇത് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റിൽ ഇടണം ഗൈസ്, സംഭവം എന്താന്ന്. പക്ഷെ നല്ല വൃത്തിയിൽ വന്നിട്ടുണ്ട്, ഒരു ഷെയ്ഡ്, ഒരു തണൽ അല്ലേ, നല്ലൊരു ഉണ്ട് അല്ലേ. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അത് നമ്മൾ ക്യാമറ ഫോക്കസ് ചെയ്യുമ്പോൾ അപ്പുറത്തേക്ക് പോകുമ്പോൾ കറക്റ്റായിട്ട് ഒന്നതാ ആ പോകും, ഒരു ബ്ലാക്ക് അങ്ങനത്തെ കുറച്ചുണ്ടാവും. അതിന്റെ താഴത്ത് പുഴ എന്നാണ് പറയുന്നത്. നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ലല്ലോ ഇപ്പൊ അല്ലേ, ജസ്റ്റ് ഒരു സിമ്പിൾ കാണാം. നമുക്ക് എനിക്കധികം അറിയില്ല, അരുണിനെ അറിയുള്ളൂ. അപ്പൊ അരുണാണ് കൊണ്ടുപോകുന്നത്, അപ്പൊ പോയി നോക്കാം. ഒരു ചെറിയ ഏരിയ കാണാൻ പറ്റുന്ന തോന്നുന്നത്. ഓ വാ വാ, ഇതിപ്പം ക്ലോസ് ആണ്, പക്ഷെ ഓപ്പൺ ആക്കിയിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി സ്പേസ് ഉള്ള ഏരിയ ആണ്. വെള്ളം കയറിയുണ്ട് അവിടെ. ആ വെള്ളത്തിന്റെ കളറും ഇല്ലേ, ഒരുമാതിരി കളർ അല്ലേ, നൈസായിട്ട്. അടിപൊളി ഏരിയ കേസ്. പക്ഷെ നമുക്ക് അങ്ങോട്ട് പോകാനുള്ള ഇതില്ലാത്തതുകൊണ്ട് നമ്മൾ തിരിച്ചു പോവുകയാണ് ഗൈസ്. നമ്മൾ കുട്ടിക്കാലം കുറേ കാലം ഇങ്ങനെ ആടിയിട്ട്, ആൾക്കാരൊന്നും അധികം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നല്ല കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നുണ്ട് ഗൈസ്. ഇനി അങ്ങനെ നമ്മൾ ബച്ചിക്കുട്ടി ഇതാ കയറിയിരിക്കുന്നത്.
ഓഹോയ് 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 ഓഹോയ്. ഗൈസ് അരുണ് കേറിയിട്ടുണ്ട്. അരുണ് മിക്കവാറും അത് പൊളിക്കെന്നാ പറഞ്ഞത്. ഓഹോയ് ഓഹോയ് ഓഹോയ്. പക്ഷെ മറ്റേ ഒച്ചൊന്നും ഇല്ലല്ലേ, എന്നുള്ള ഒച്ചും കാര്യങ്ങളൊന്നും ഇല്ല. നല്ല സിമ്പിളാണ്. ഗൈസ് നമ്മൾ അങ്ങോട്ട് പോയപ്പം അവിടെ ഉള്ളത് വായ തുറന്നിട്ടും ഇവിടെ ഉണ്ടായത് വായ പൂട്ടിയിട്ടാണ്. ഇപ്പോൾ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. അവിടെ ഉള്ള വായ പൂട്ടിയിട്ടും ഇവിടെ ഉള്ള വായ തുറന്നിട്ടും. ഞാൻ സംഭവം കാണിച്ചു തരാം. ഇതാ ആശ എന്താ വായ പൂട്ടി, അവിടെ വേറെ ആശ എന്താ വായ തുറന്നു. പക്ഷെ എന്നാലും ഇവിടെ എത്ര സമയമല്ല ഇങ്ങനെ നിൽക്കുന്ന, ആ ഒരു വല്ലാത്തൊരു ഇതിന് കേട്ടോ. കാരണം നമുക്കൊക്കെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ഇന്ന് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഫുള്ള് ഇതായി പോകും, നമ്മൾ മടുക്കും. പക്ഷെ അതാണ് നമ്മൾ വ്യത്യാസം. ബെഡ്ഷീറ്റാ ബെഡ്ഷീറ്റ്. എന്താണ് പോവാ പോവാ പോവാ. അച്ചടാ